കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ പ്രകാരം രണ്ട് സഭകളുടെയും സമ്മേളനം, അതായത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും സമ്മേളനം വിളിച്ചു ചേർക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയിരിക്കുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ നടക്കുമെന്ന് കേരള പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചിരിക്കുകയാണ്. ഏകദേശം 4 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനത്തിൽ രാജ്യത്തിന് അങ്ങേയറ്റം പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ അർത്ഥവത്തായ ചർച്ചകളും സംവാദങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ പാർലമെന്ററി സമിതികൾ കഴിഞ്ഞ ആഴ്ചകളിൽ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. ഭരണകക്ഷിയായ NDA നിരവധി നിർണായക ബില്ലുകൾ സഭയിൽ പാസാക്കാനുള്ള ഒരുക്കത്തിലാണ്. വരാനിരിക്കുന്ന സമ്മേളനത്തിൽ 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ സംബന്ധിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സുപ്രധാന നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ലോക്സഭയിലെയും അതോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭകളിലെയും അംഗബലം 50% വർദ്ധിപ്പിച്ചുകൊണ്ട് വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്താനുള്ള ബിൽ പാസാക്കാൻ സർക്കാർ ശക്തമായ ശ്രമം നടത്തുമെന്നാണ് സൂചന. കൂടാതെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി അറസ്റ്റിലാവുകയും തുടർച്ചയായി 30 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയേണ്ടി വരികയും ചെയ്യുന്ന പ്രധാനമന്ത്രി, അതോടൊപ്പം മുഖ്യമന്ത്രിമാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എന്നിവരെ പദവികളിൽ നിന്ന് സ്വമേധയാ നീക്കം ചെയ്യണമെന്ന വ്യവസ്ഥ, ആ ഒരു രീതിയിലുള്ള വ്യവസ്ഥ ചെയ്യുന്ന ബില്ലുകൾ, അതിന്റെ JPC റിപ്പോർട്ട് ഇപ്പോൾ ലോക്സഭയിൽ പാസ്സാക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ജൂലൈ 17 ചേരുന്ന JPC യോഗത്തിൽ ഈ റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകി മേശപ്പുറത്ത്, അതായത് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാനാണ് തീരുമാനം. വെർച്വൽ ഡിജിറ്റൽ അസറ്റുകളുടെ ഭാവി നിയന്ത്രിക്കുന്നതിനുള്ള പാർലമെന്ററി സമിതിയുടെ വിലയിരുത്തലുകളും ഈ സമ്മേളനത്തിൽ ചർച്ചയായേക്കും. തൃണമൂൽ കോൺഗ്രസ്, ശിവസേന തുടങ്ങിയ പ്രാദേശിക പാർട്ടികളിലെ ലയന അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള കൈക്കൊള്ളാനിരിക്കുന്നതും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതാണ്. രാജ്യസഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടതും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതുമായ MP-മാർ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം രാഷ്ട്രീയ സമവാക്യം ഭരണകക്ഷിയായ NDAക്ക് അനുകൂലമായി. ഉപരിസഭയിൽ നിന്നുള്ള 3 വിമത TMC MP-മാർ രാജിവെച്ചു. ഉപതെരഞ്ഞെടുപ്പുകൾ BJPക്ക് രാജ്യസഭയിൽ കൂടുതൽ ശക്തി സമാഹരിക്കാൻ സഹായിക്കും. കൂടാതെ സർക്കാരിന്റെ ശുപാർശ പ്രകാരം 2026 മൺസൂൺ സമ്മേളനത്തിനായി പ്രസിഡന്റ് ദ്രൗപദി മുർമു പാർലമെന്റിന്റെ ഇരു സഭകളെയും വിളിച്ചു ചേർത്തതായി റിജു എക്സിലെ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്. സാധാരണയായി മൺസൂൺ ശൈത്യകാല സെക്ഷനുകൾക്ക് 4 ആഴ്ചകളായി 20 സിറ്റിംഗുകളാണ് ഉള്ളത്. തൃണമൂൽ കോൺഗ്രസ്, ശിവസേന എന്നിവയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും അനന്തരഫലങ്ങളും വരാനിരിക്കുന്ന സമ്മേളനത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറും. 2029 നിയമസഭകളിൽ സ്ത്രീകൾക്ക് സംവരണം നടപ്പിലാക്കാനും അതോടൊപ്പം തന്നെ ലോക്സഭയിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെടുത്തുന്നതിനാൽ BJP നേതൃത്വത്തിലുള്ള NDA സർക്കാരിന് ഒരു നിരാശയായിരുന്നു കഴിഞ്ഞ സമ്മേളനത്തിൽ. എല്ലാ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റുകൾ ഏകീകൃതമായി 50% വർദ്ധിപ്പിക്കുന്നതിനുള്ള ബിൽ സർക്കാർ ഇപ്പോൾ പുനരവലോകനം ചെയ്യുകയാണ്. ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള സീറ്റുകളുടെ വർധനവ് ദക്ഷിണേന്ത്യൻ പാർട്ടികൾക്ക് ഒരു പ്രധാന ആശങ്കയാണ്.